വെൽക്കം ടു ഇതിഹാസ അക്കാഡമി. ഇതിഹാസ അക്കാഡമിയുടെ പുതിയൊരു സൈക്കോളജി ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരാൻ പോകുന്ന ICDSE സൂപ്പർവൈസർ സെറ്റ് കേറ്ററ്റ് എക്സാമിനേഷൻസുകളുടെ ഭാഗമായിട്ടുള്ള സൈക്കോളജിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായ കോഗ്നിറ്റീവ് തിയറി പാർട്ട് 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഗ്നിറ്റീവ് തിയറിയുടെ പാർട്ട് 2 ആണ്. ഓൾറെഡി നമ്മൾ ജിൻ പിയാഷയുടെ കോഗ്നിറ്റീവ് തിയറീസിനെ പരിചയപ്പെട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ജെറമസ് ബ്രൂണറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള തിയറീസാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഹലോ, വെൽക്കം ടു എ ന്യൂ ക്ലാസ് ഇൻ എഡ്യൂക്കേഷൻ സൈക്കോളജി. എഡ്യൂക്കേഷൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ് മുതൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോഗ്നിറ്റീവ് തിയറീസ് ആണ്. വൈജ്ഞാനിക വികസന സിദ്ധാന്തങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ നമ്മൾ ജിൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി പഠിച്ചു കഴിഞ്ഞു. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ജെറമസ് ബ്രൂണർ കൊണ്ടുവന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയാണ്. അപ്പോൾ ജെറമസ് ബ്രൂണർ അവതരിപ്പിച്ച കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നറിയപ്പെടുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ എന്താ പറയുന്നത്, നോളജ് കൺസ്ട്രക്റ്റിവിസം എന്നറിയപ്പെടുന്ന ഒരു മേഖലയാണ്, ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇത് മീനിങ് ഓഫ് ബ്രൂണർ തിയറി. അപ്പോൾ ഇവിടെ അതായത് ലേണർ ബിക്കെയിം ദ സെന്റർ ഓഫ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. അതാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ എന്താ പറയുന്നത്, ലേണർ തന്നെയാണ് തൻ്റെ നോളജിനെ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, നോളജ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ലേണർ ബിക്കെയിം ദ സെന്റർ പാർട്ട് ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. സോ അപ്പോൾ ഇവിടെ ദ മീനിങ് ഓഫ് ബ്രൂണർ തിയറി, ബ്രൂണർ അവതരിപ്പിച്ച തിയറിയുടെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് പറഞ്ഞാൽ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഈസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് തോട്ട് പ്രോസസ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇസ് എ കൺസ്ട്രക്ഷൻ ഓഫ് തോട്ട് പ്രോസസ് ആണ്. ആൻഡ് ആൾസോ ഇൻക്ലൂഡ് ഈ തോട്ടിംഗ് പ്രോസസ് ഓഫ് യുവർ കോഗ്നിറ്റീവ് സ്ട്രക്ചർ. നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലുണ്ട് നമ്മുടെ തോട്ടിംഗ് പ്രോസസ്. ആൻഡ് ദെൻ വരുന്നത് ഇൻക്ലൂഡിങ് തോട്ടിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് വരുന്നത്? റിമെമ്പറിങ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ് ഫ്രം ചൈൽഡ്ഹുഡ് ത്രൂ ദ അഡോളസെൻസ് ടു അഡൽട്ട്ഹുഡ്. അപ്പോൾ ഒരു ശിശു ആയിരിക്കുമ്പോൾ തുടങ്ങി അഡോളസെൻസിൽ എത്തി നിന്ന് അഡൽട്ട്ഹുഡ് ആകുന്നത് വരെയുള്ള ഒരു വ്യക്തിയിൽ കാണുന്ന തോട്ടിംഗ് പ്രോസസ്, തിങ്കിങ് സ്ട്രാറ്റജീസ്. ദാറ്റ്സ് തിങ്കിങ് സ്ട്രാറ്റജീസ്. ആ ചിന്തന പ്രക്രിയയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന നമ്മുടെ ഓർമ്മയും നമ്മുടെ മറവിയും നമ്മുടെ പ്രശ്ന നിർദ്ധാരണ ശേഷിയും നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുക, decision making power, all of these are included in the thought process. That is the cognitive development is construction, knowledge construction. ഇതിനെയാണ് അറിവിനെ സ്വാംശീകരിക്കുന്ന പ്രക്രിയ അല്ലെങ്കിൽ നോളജ് കൺസ്ട്രക്റ്റിവിസം എന്നതുകൊണ്ട് ജെറമസ് ബ്രൂണർ അർത്ഥമാക്കിയിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ നോളജ് കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുന്നത് അല്ലെങ്കിൽ എൻവയോൺമെന്റ്, നമ്മൾ പറയുന്നു ലേണർ സ്വന്തമായിട്ട് തന്നെയാണ് ആ ഒരു ആശയത്തെ നമ്മൾ ജിൻ പിയാഷയുടെ ആശയത്തെ അദ്ദേഹവും അംഗീകരിക്കുന്നു. ഓൾസോ അക്സെപ്റ്റ് ദാറ്റ് കോൺസെപ്റ്റ് ബൈ പുട്ട് ഫോർവേഡ് ബൈ ദ ജിൻ പിയാഷെ ബൈ ദ നോളജ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ദ ലേണർ ബൈ ഹിംസെൽഫ്. ബൈ ഹിസ് ഓൺ ഹിസ് ഡിസ്കവറി. അവിടെ അദ്ദേഹം ഡിസ്കവറി ലേണിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നു. ബട്ട് ആക്ച്വലി അദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ എടുത്തു പറയുന്ന കാര്യം ഇത്രയുമാണ്. വിത്ത് എന്താ പറയുന്നത്, വിത്ത് ഹെൽപ്പ് ഓഫ് യുവർ എൻവയോൺമെന്റൽ സ്റ്റിമുലസുകളും അതിന് സഹായിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം എടുത്ത് പറയുന്നുമുണ്ട്. അപ്പൊ ഈ രണ്ട് പ്രോസസ്സിങ്ങിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ. നമ്മൾ പറയുന്നത്, നമ്മൾ ബിഹേവിയർസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് നമുക്ക് തരുന്ന സ്റ്റിമുലസ്, അതിലൂടെ നമ്മൾ ചെയ്യുന്ന റെസ്പോൺസ്. അപ്പൊ ഇതുമുണ്ട്. പക്ഷെ നമുക്ക് അതിലെടുത്ത് പറയേണ്ട കാര്യം എന്താണ്? എൻവയോൺമെന്റിലുള്ള സ്റ്റിമുലസുകളിലൂടെയും നമ്മുടെ ഇൻസൈറ്റിലൂടെയും അല്ല, നമ്മുടെ തോട്ടിക് പ്രോസസ്സിലൂടെയും നമ്മൾ സ്വയം അറിവിനെ ഡിസ്കവേർഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ബൈ ജെറമസ് ബ്രൂണർ. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന ആശയത്തെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് എക്സ്പോണന്റ് ഓഫ് ദ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അപ്രോച്ച്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അപ്രോച്ചിൽ വളരെയധികം സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിന്താഗതിക്കാരനായിരുന്നു ജെറമസ് ബ്രൂണർ എന്ന് പറയുന്നത്. സ്ട്രോങ്ങസ്റ്റ് എക്സ്പോണന്റ് ഓഫ് ദ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അങ്ങനെ നമ്മൾ സ്ട്രോങ്ങസ്റ്റ് എക്സ്പോണന്റ് എന്ന് പറയുന്നതിന് കാരണം, there are a lot of personality psychologists, they put forward the their own cognitive development theory. അവരുടേതായിട്ടുള്ള ചിന്താധാരകളും മറ്റും ഈ ഒരു നോളജ് കൺസ്ട്രക്റ്റിവിസം തിയറിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ one of them is the strongest exponent of the cognitive development approach, strongly propagated the message of learning through discovery. അദ്ദേഹം സ്ട്രോങ്ലി പ്രോപ്പഗേറ്റഡ് ചെയ്തിട്ടുള്ള മെസ്സേജ് എന്താണ്? ലേണിംഗ് ത്രൂ
ഡിസ്കവറി. ഇവിടെ അറിവിനെ നമ്മൾ കണ്ടെത്തി എടുക്കുന്നത് ഇതിലൂടെയാണ്. ത്രോ ദ ഡിസ്കവറി നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്ന അറിവിനെ. യുവർ ഓൺ ഡിസ്കവറി. കുട്ടികൾ അവരുടെ അറിവിനെ സ്വയം കണ്ടെത്തിയെടുക്കുന്നു, ഡിസ്കവർ ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു ഐഡിയ ആണ് ഡിസ്കവറി ലേണിംഗ്. അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു കോൺസെപ്റ്റ് എന്താണ് കുട്ടികളെ? നമ്മൾ ഇവിടെ തുടക്കത്തിൽ തന്നെ പഠിക്കണം. ഡിസ്കവറി ലേണിംഗ് ആണ് അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു ആശയം. അല്ലെ, ആര് കൊണ്ടുവന്നേ? ജെറമസ് ബ്രൂണർ. ലേണിംഗ് ഈസ് എൻ ആക്റ്റീവ് പ്രോസസ് ഇൻ വിച്ച് സ്റ്റുഡൻസ് കൺസ്ട്രക്ട് ദർ ഓൺ നോളജ് ബൈ ദംസെൽഫ്. ഇവിടെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഇത്രയുമാണ് ജീൻ പിയാഷെ പറഞ്ഞത്. ഈ ആശയം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ലേണിംഗ് ഈസ് എൻ ആക്റ്റീവ് പ്രോസസ് ഇൻ വിച്ച് സ്റ്റുഡൻറ് കൺസ്ട്രക്ട്. ലേണിംഗ് എന്ന് പറയുന്നത് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ്, ഒരു പ്രക്രിയയാണ്. അവിടെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ബൈ ദ സ്റ്റുഡൻറ് ബൈ ഹിംസെൽഫ് ബിക്കോസ് ദേ കൺസ്ട്രക്ട് നോളജ് ബൈ ഹിംസെൽഫ്. അല്ലെ, അതാ പറയുന്നത്, കുട്ടികൾ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ഈ ഒരു പ്രോസസ്സ് ബിക്കോസ് ദേ കൺസ്ട്രക്ട് ദർ ഓൺ നോളജ് ബൈ ദംസെൽസ്. കുട്ടികൾ അവരുടെ അറിവിനെ സ്വയം തന്നെ കണ്ടെത്തുന്നു. ബേസ്ഡ് അപ്പോൺ കറണ്ട് ഓർ പാസ്റ്റ് നോളജ്. ഇവിടെ ഒരു ബേസ്ഡ് ഉണ്ട്, എന്താ പറയുന്നത്, അവരുടേതായിട്ടുള്ള ഒരു പാസ്റ്റ് നോളജ് അവർക്ക് ഓൾറെഡി ഉണ്ട്. ആ ഉള്ള അറിവിലേക്ക് പുതിയ അറിവിനെ അവര് എന്താ പറയുന്നത് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്, ഡിസ്കവർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ ദ കോഗ്നിറ്റീവ് മേളിൽ എടുത്ത് പറയാൻ ജെറമസ് ബ്രൂണന്റെ പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ക്ലാസ് റൂമുകൾ എന്ന് പറയുന്നത്, അവിടെ വി മച്ച് എംഫസൈസ്, വി മച്ച് ഫോക്കസ് ഗിവൻ ടു ദ റോൾ ഓഫ് ടീച്ചർ ഇസ് ദ ഫെസിലിറ്റേറ്റർ ആൻഡ് ഹി ബിക്കം എ സ്കഫോൾഡർ. ഇപ്പൊ സ്കഫോൾഡർ നിങ്ങൾ തെറ്റിപ്പോകരുത്. സ്കഫോൾഡിംഗ് എന്നറിയപ്പെടുന്ന ഒരു ആശയത്തെ ഫസ്റ്റ് ഓഫ് ഓൾ കൊണ്ടുവന്നത് ജെറമസ് ബ്രൂണറാണ്. പക്ഷെ നമ്മൾ എപ്പോഴും സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന ആശയം വരുമ്പോൾ നമ്മൾ വൈഗോട്സ്കിയിലേക്ക് എത്തിച്ചേരുന്നുവെങ്കിലും ദാറ്റ് scaffolding that means that concept firstly put forward by Jeremias Brunner, but that concept is much popularized given by Vygotsky in his famous theory, social constructivism theory. അദ്ദേഹം ഞങ്ങളൊരിടത്ത് കാര്യം പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിന്റെ തിയറിയിൽ ഇദ്ദേഹം പറയുന്നത് നമ്മൾ ജീൻ പിയാഷെ പറയുന്ന പോലെ അറിവ് കുട്ടികൾ സ്വയം എങ്ങനെ നേടിയെടുക്കുന്നത് മാത്രമല്ല, പക്ഷെ നമ്മുടെ എൻവയോൺമെന്റിലുള്ള സ്റ്റിമുലസുകൾ, അല്ലെ, നമ്മുടെ സോഷ്യലി ആ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻസിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന സ്റ്റിമുലസും സഹായിക്കും. ദാറ്റ് ഈസ് വൈ ഹീസ് കോൾഡ് ദ സ്കഫോൾഡിംഗ്. സ്കഫോൾഡിംഗ് എന്നറിയപ്പെടുന്ന കോൺസെപ്റ്റിനെ ഫസ്റ്റ്ലി കൊണ്ടുവന്നത് ജെറമസ് ബ്രൂണർ ആണെങ്കിലും ഈ ഒരു കോൺസെപ്റ്റിനെ മച്ച് പോപ്പുലറൈസ്ഡ് ഗിവൻ ബൈ ദി Vygotsky by on his own theory, is the most famous theory by the social constructivism. ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി. കുട്ടികൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഈ എന്താ പറയുന്നത് സ്കഫോൾഡിംഗ് എന്ന ആശയം കൊണ്ടുവന്നത് ആരെന്ന് ചോദിക്കുമ്പോൾ അത് ബ്രൂണറാണ്. അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. അതിനെ പോപ്പുലറൈസ് ആക്കി നമ്മുടെ എഡ്യൂക്കേഷൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലേക്ക് ആ ഒരു കോൺസെപ്റ്റിനെ അപ്ലൈ ചെയ്ത് അതിനെ മറ്റ് പോപ്പുലറൈസ് ആക്കി മാറ്റിയിട്ടുള്ളത് വൈഗോട്സ്കി ആണ്. That is the main idea. Okay, so നമുക്ക് കടക്കാം. Jeremias Brunner was an American psychologist who made an important contribution to the human cognitive psychology as well as cognitive learning theory in educational psychology. His learning theory focused on mode of the representation and he introduced the concept of discovery learning and spiral curriculum. ഒരുപാട് ആശയങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടിയിട്ടുള്ള കാര്യം ഇത്രയുമാണ് കുട്ടികളെ. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ഹ്യൂമൻ കോഗ്നിറ്റീവ് സൈക്കോളജിയും കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് എന്ന് നമുക്കറിയാം, അല്ലെ. അപ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ തന്നെ ഹ്യൂമൻ കോഗ്നിറ്റീവ് സൈക്കോളജിയും കോഗ്നിറ്റീവ് ലേണിംഗ് തിയറീസും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് മേഖലകളാണ്. അപ്പൊ ഈ രണ്ട് തിയറിയിലും പ്രധാന സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രോങ്സ്റ്റ് എക്സ്പോണന്റ് ഓഫ് ദം ഈസ് Jeremias Brunner. കാര്യം നമുക്ക് ഒത്തിരി പേരുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ബിക്കോസ് മെയിൻലി there are a lot of education psychologists that give much emphasis given to the cognitive theories that by Richard Sachman, David Asbel, Jean Piaget, Jeremias Brunner, etc. അതിൽ one of them, the strongest of exponent of this field theory is to Jeremias Brunner. ഇത്രയും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. കോഗ്നിറ്റീവ് സൈക്കോളജി ആസ് വെൽ ആസ് കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി ഇൻ എഡ്യൂക്കേഷൻ സൈക്കോളജി. ഹിസ് ലേണിംഗ് തിയറി ഫോക്കസ് ഓൺ മോഡ് ഓഫ് റെപ്രസെന്റേഷൻ ആൻഡ് ഹി ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡിസ്കവറി ലേണിംഗ്. അദ്ദേഹത്തിന്റെ തിയറിയിൽ അദ്ദേഹത്തിന്റെ പഠന സിദ്ധാന്തം കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തത്, ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്?
മോഡൽ റെപ്രസെന്റേഷൻ ആർ ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഡിസ്കവറി ലേണിംഗ്. കണ്ടെത്തൽ പഠനത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ കോഗ്നിറ്റീവ് തിയറിയിൽ അദ്ദേഹം വളരെ വലിയ പ്രാധാന്യം നൽകിയത്. ആൻഡ് ആൾസോ അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു കോഗ്നിറ്റീവ് ലേണിംഗ് തിയറിയിലെ മറ്റൊരു കോൺസെപ്റ്റ് ആയിരുന്നു സ്പൈറൽ കരിക്കുലം. എന്താണ് സ്പൈറൽ കരിക്കുലം? സ്പൈറൽ കരിക്കുലം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ എന്താ പറയുന്നത് സ്റ്റുഡന്റ് സെന്റേർഡ് കരിക്കുലത്തിൽ നമ്മൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ പഠിപ്പിച്ചു വരുന്ന ഒരു ആശയമാണ് ഈ സ്പൈറൽ കരിക്കുലം എന്നറിയപ്പെടുന്ന ആശയം. അല്ലെ? നോൺ ടു അൺനോൺ, അറിയുന്ന കാര്യത്തിൽ നിന്നും അറിയാത്ത കാര്യത്തിലേക്ക്, സിമ്പിൾ ആയിട്ടുള്ള ഐഡിയയിൽ നിന്നും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയയിലേക്ക്. ഇതാണ് പറയുന്നത് സ്പൈറൽ കരിക്കുലം. ആ ഒരു സ്പൈറൽ കരിക്കുലം എന്ന് അറിയപ്പെടുന്ന കോൺസെപ്റ്റിന് വളരെ നമുക്ക് ലാർജ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്, ബിക്കോസ് അതിൻ്റെ അകത്ത് ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ സ്പൈറൽ കരിക്കുലം എന്ന ആശയം എന്താണ്? നോൺ ടു ആൻഡ് നോൺ, സിമ്പിൾ ടു കോംപ്ലക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ രണ്ട് ആശയങ്ങളാണ് ഇത്രയും നേരം പഠിച്ചുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ വൺ ഓഫ് ദം ഈസ് ഡിസ്കവറി ലേണിംഗ്, അതർ ദം ഈസ് spiral curriculum. Okay, then Bruner in 1966 hypothesizes that the usual course of intellectual development move through three stages: the inactive, iconic, symbolic, in that order. However, unlike Jean Piaget stages, Bruner did not contend that these stages were necessarily age dependent. Piaget and to an extent. ഇന്ന് നമ്മൾ പഠിക്കേണ്ടിയിട്ടുള്ള കാര്യം ഇത്രയുമാണ് കുട്ടികളെ. ജെറമസ് ബ്രൂണർ 1961 അദ്ദേഹത്തിന്റെ ഹി ഹൈപ്പോത്തൈസസ്ഡ് ദാറ്റ് ദ യൂഷ്വൽ കോഴ്സ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് മൂവ് ത്രൂ, അതായത് നമ്മുടെ യൂഷ്വൽ ആയിട്ടുള്ള നമ്മുടെ വൈജ്ഞാനിക വികസനം ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത്, നമ്മൾ ഇത് തന്നെയാണ് ജിൻ പിയാഷെ പറഞ്ഞത്. ഒരു കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് മൂവ് ത്രൂ ദ ത്രീ മെയിൻ സ്റ്റേജസ് ഓഫ് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ ഓർഡർ. അതായത് 3 പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള സ്റ്റേജസിലൂടെ ഒരു കുട്ടി കടന്നു പോകുമ്പോഴാണ് അവനിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. ഏത് വർഷമാണ്? 1966 അദ്ദേഹം ആ ഒരു അനുമാനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നത്. അവർ അൺലൈക്ക് ജിൻ പിയാഷെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ തിയറിയെ നമ്മൾ എങ്ങനെയാണ്, അപ്പൊ നമ്മൾ ഇതേ ഒരു സിദ്ധാന്തം തന്നെയാണ് ആരും കൊണ്ടുവന്നത് കുട്ടികളെ? ജിൻ പിയാഷെയും കൊണ്ടുവന്നത്. പക്ഷെ ജിൻ പിയാഷെയുടെ സിദ്ധാന്തത്തെ എങ്ങനെയാണ് ജെറമസ് ബ്രൂണറിന്റെ തിയറിയിൽ നിന്നും വ്യത്യസ്തമാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞാൽ, സാധാരണയായിട്ട് 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. അത് തന്നെയാണ് നമ്മൾ എന്താ പറയുന്ന ആ ഒരു വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് തന്നെയാണ് ഒരു കുട്ടി അവന്റെ എന്താ പറയുന്നത് മെയിൻ സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്നത്. എന്ന് തന്നെയാണ് ആരും പറഞ്ഞത്? ജിൻ പിയാഷെ പറഞ്ഞു. പക്ഷേ ഇവിടെ ജിൻ പിയാഷെയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ജെറമസ് ബ്രൂണർ തന്റെ സ്റ്റേജസിലൂടെ കൊണ്ടുവന്നത്? ഈ സ്റ്റേജസിലൂടെ കുട്ടികൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സാധ്യമാക്കി. ബ്രൂണർ ഡിഡ് നോട്ട് കണ്ടന്റ് ദി സ്റ്റേജസ് വെയർ അൺലൈക്ക് ജിൻ പിയാഷെ. ഈ സ്റ്റേജ് എന്ന് വെച്ചാൽ അവന്റെ ഒരു പ്രായത്തിനനുസരിച്ചുള്ള സ്റ്റേജിലൂടെ അല്ല, അങ്ങനെ ഒരു വ്യക്തത അദ്ദേഹം തന്നിരുന്നില്ല. അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ് ചിന്തന 3 ഘട്ടങ്ങളിലൂടെ വികസിക്കും. അതാണ് ഇനാക്റ്റീവ് അഥവാ ബിംബഘട്ടം, ഐക്കോണിക് പ്രതിരൂപാത്മക ഘട്ടം, ഇതൊക്കെ പറഞ്ഞത് പ്രവർത്തന ഘട്ടം. ഇനാക്റ്റീവ് എന്ന് വെച്ചാൽ പ്രവർത്തന ഘട്ടം, ഐക്കോണിക് എന്ന് വെച്ചാൽ ബിംബഘട്ടം, ആൻഡ് സിംബോളിക് എന്ന് വെച്ചാൽ പ്രതിരൂപാത്മക ഘട്ടം. അദ്ദേഹം മെയിൻലി ബ്രൂണറുടെ വികസന ഘട്ടങ്ങളെ നമ്മൾ പ്രായവുമായിട്ട് ബന്ധപ്പെടുത്തുന്നില്ല. ദാറ്റ് ഇസ് ദ മെയിൻ കാര്യം. നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ ഈ ബിംബഘട്ടങ്ങളെ നോട്ട് ഡിപ്പെൻഡഡ് അപ്പോൺ ഏജ്, അല്ലെ? അൺലൈക്ക് ജിൻ പിയാഷെ, പിന്നെ ബ്രൂണറിന്റെ ഘട്ടങ്ങളെ, അദ്ദേഹത്തിന്റെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ, അല്ലെങ്കിൽ നമ്മൾ എടുത്തു പറഞ്ഞ ഏതൊക്കെ സ്റ്റേജുകളാണ്? ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. ഈ ഘട്ടങ്ങളെ നമ്മൾ ഒരിക്കലും പ്രായവുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തു പോകുന്നില്ല. ആരെ പോലെ? അൺലൈക്ക് ഈസ് ലൈക്ക് ജിൻ പിയാഷെ. പക്ഷെ ഇദ്ദേഹം എങ്ങനെയാണ്? മറിച്ച് ആശയങ്ങൾ, കോൺസെപ്റ്റ് ഫോർമേഷൻ, ആശയങ്ങൾ രൂപീകരിക്കാനും അങ്ങനെ അതിനെ ആ കോൺസെപ്റ്റ് ഫോർമേഷനിലൂടെ ഒരു കുട്ടി എങ്ങനെയാണ് തന്റെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിനെ ഡെവലപ്മെന്റ് ചെയ്തെടുക്കുന്നത്. ഇതാണ് ആര് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് വ്യത്യസ്തമായിട്ട് ആരിൽ നിന്നും, ജിൻ പിയാഷെയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഈ 3 ഡിഫറെന്റ് സ്റ്റേജസിലൂടെ നടത്തിയെടുക്കുന്നത് എന്ന് ആര് വ്യക്തമാക്കി? ജെറമസ് ബ്രൂണർ വ്യക്തമാക്കി. മനസ്സിലായല്ലോ? അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രയുമാണ്. ഒരു കുട്ടി എങ്ങനെ ആയിരിക്കണം, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സാധ്യമാക്കി എടുക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ജിൻ പിയാഷെ ടു ആൻ എക്സ്റ്റെന്റ് to Azubal contended that the child must be ready or made ready for the subject matter.
എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ അതായത് ഈ ഒരു വിഷയത്തിൽ പലതരത്തിലുള്ള സൈക്കോളജി പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് വ്യക്തമാക്കിയത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നേടിയെടുക്കുന്നതിനെ കുറിച്ചിട്ട്. അപ്പൊ അതിൽ അസുബൽ പറഞ്ഞ ആശയത്തിനോട് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ജിൻ പിയാഷെ പറഞ്ഞത്. ഒരു വിഷയം കുട്ടി എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെ തയ്യാറാക്കണം എന്ന് പിയാഷെ ഒരു പരിധിവരെ അസുബലിനോട് യോജിച്ചു, വാദിച്ചു. ഒരു കുട്ടി ഒരാശയം എങ്ങനെ പഠിക്കണം എന്നതുമായിട്ട്, സബ്ജക്റ്റ് മാറ്റർ എങ്ങനെ പഠിക്കണം എന്ന ആശയത്തിനോട് ചില വിധത്തിൽ നോക്കുവാണെങ്കിൽ ജിൻ പിയാഷെ അസുബലുമായിട്ട് കുറച്ചൊക്കെ തന്നെ അദ്ദേഹമായിട്ടൊരു വാദിച്ചു നിന്നു. എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ, അസുബലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജിൻ പിയാഷെ ഐ മീൻ ജെറമസ് ബ്രൂണർ വാദിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ മനസ്സിലായല്ലോ, ഒരു വിഷയത്തിൽ ബട്ട് ബ്രൂണർ കണ്ടന്റഡ് ജസ്റ്റ് ഓപ്പോസിറ്റ് അക്കോർഡിംഗ് ടു ദ തിയറി. അപ്പൊ നമ്മൾ എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ ജിൻ പിയാഷെ കൊണ്ടുവന്ന പല മുഖങ്ങളെയും പല ആൾക്കാരും യോജിച്ചു. എസ്പെഷ്യലി അസുബൽ കണ്ടന്റഡ് ദാറ്റ് ദ ചൈൽഡ് മസ്റ്റ് ബി റെഡി ഫോർ ദ സബ്ജക്ട് മാറ്റർ. ബട്ട് ബ്രൂണർ പക്ഷെ ഇവർ ഈ അസുബൽ പറഞ്ഞതും ജിൻ പിയാഷെ പറഞ്ഞ പല ആശയങ്ങളെയും ഒരു കുട്ടി എങ്ങനെയാണ് അവരുടെ മെറ്റീരിയൽ, നമ്മൾ കൊടുക്കുന്ന സബ്ജക്ട് മെറ്റീരിയൽ പഠിച്ചെടുക്കുന്ന എന്ന സിദ്ധാന്തത്തെ ജിൻ പിയാഷെ കൊണ്ടുവന്ന ആശയത്തെയും അസുബൽ കൊണ്ടുവന്ന ആശയത്തിനിടയിൽ എതിർത്ത് നിന്നു, ഓപ്പോസിറ്റ് കൊണ്ടുവന്ന ഒരു വാദവുമായിട്ട് രംഗത്ത് വന്നു ബ്രൂണർ. അക്കോർഡിംഗ് ടു ഹിസ് തിയറി, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് എനി സബ്ജക്ട് ക്യാൻ ബി ടോട്ട് ഇൻ ഏത് പ്രായക്കാരും ഏത് വിദ്യാഭ്യാസവും ഏതും നമുക്ക് പഠിക്കാൻ കഴിയും. അത് നമുക്കൊരു ആരെയാണ് നമുക്ക് പഠിക്കാൻ, ആർക്കും ആരെയും പഠിപ്പിക്കുവാൻ കഴിയും. മനസ്സിലാവുന്നല്ലോ, അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു വിഷയത്തിൽ കുട്ടി എങ്ങനെ തയ്യാറാക്കണം, എങ്ങനെ തയ്യാറായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ തയ്യാറാകണം എന്ന് പിയാഷയും ഒരു പരിധിവരെ അസുബലും ബാധിച്ചു. എങ്ങനെ തയ്യാറാകണം എന്ന് വെച്ചാൽ ജിൻ പിയാഷെ എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്? ജിൻ പിയാഷെ പറഞ്ഞു, വിവിധ ഘട്ടങ്ങളിലൂടെ പ്രായത്തിനനുസരിച്ച് വേണം ഒരു കുട്ടിയെ ഒരു കണ്ടന്റ് നമുക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്, അങ്ങനെയല്ലേ പറഞ്ഞത്. ബട്ട് എന്നാല് ബ്രൂണർ അതിനെ എതിർത്തു. അദ്ദേഹം എങ്ങനെ, ഹി ഓപ്പോസിറ്റ് ദ വ്യൂ പോയിന്റ് അസുബലാണ്ട് ജിൻ പിയ. അപ്പൊ ഏകദേശം അസുബലും അതേ പോയിന്റ് തന്നെ. ഡേവിഡ് അസുബൽ പറഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് എന്തും ആരെയും പഠിപ്പിക്കാം, പക്ഷെ എങ്ങനെ പഠിപ്പിക്കേണ്ടേ? വളരെ മീനിങ് ആയിട്ട് വേണം പഠിപ്പിക്കാൻ, എങ്കിൽ മാത്രമേ നമുക്ക് ആ സബ്ജക്റ്റ് മാറ്റർ അവന് നേടിയെടുക്കാൻ കഴിയുമെന്ന് ഡേവിഡ് അസുബൽ പറഞ്ഞു. അല്ലെ, പിയാഷെ ആൻഡ് ടു എക്സ്റ്റെൻഡ് അസുബൽ കണ്ടന്റഡ് ദാറ്റ് ദ ചൈൽഡ് മസ്റ്റ് ബി റെഡി ഫോർ മേർഡ്. മനസ്സിലായിട്ടല്ലോ. അതായത് ഞാനിവിടെ പറഞ്ഞ ഇത്രയുമാണ്. നമ്മൾ ഒന്നുകൂടി വ്യക്തമായിട്ട്, ഒരു വിഷയത്തിൽ കുട്ടി എങ്ങനെ തയ്യാറാകും അല്ലെങ്കിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കണം എന്ന വാദഗതി പിയാഷയും അതുപോലെ തന്നെ ഒരു വിധത്തിൽ അസുബലും അതുപോലെ തന്നെ വാദിച്ചു. പക്ഷെ ഇവരെയൊക്കെ എതിർത്തുകൊണ്ട് ബ്രൂണർ പറഞ്ഞതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ സിദ്ധാന്തം വെച്ച് ഏത് വിഷയത്തിന്റെയും അടിസ്ഥാന തത്വങ്ങൾ ഏത് പ്രായക്കാരെയും നമുക്ക് എപ്പോഴും വേണമെങ്കിലും പഠിപ്പിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നെ എന്താ പറയുന്ന അസുബലും ജിൻ പിയാഷെ അങ്ങനെയല്ല പറഞ്ഞത്. നമുക്ക് അങ്ങനെ പഠിപ്പിക്കാൻ കഴിയത്തില്ല. പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താ, അവരുടെ പ്രായത്തിനനുസരിച്ച് ഓരോ പ്രായത്തിനനുസരിച്ച് ഇപ്പൊ റിവേഴ്സിബിലിറ്റി എന്നറിയപ്പെടുന്ന ഒരു ആശയം, നമുക്ക് എന്താ പറയുന്ന 2 വയസ്സായ കുട്ടിയെ റിവേഴ്സിബിലിറ്റി പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ആ ഒരു ഏജിനനുസരിച്ച് അദ്ദേഹം പ്രായത്തിനനുസരിച്ചാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ അങ്ങനല്ല, നമുക്ക് ഏത് അടിസ്ഥാന തത്വവും ഏത് പ്രായത്തിലും നമുക്ക് പഠിപ്പിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മെറ്റീരിയൽസ് കുട്ടിക്ക് അനുയോജ്യമായ രൂപത്തിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതാണ് പറഞ്ഞത്. സോ ദി നെസസറി ഏജ് ഡിപ്പെൻഡഡ് പിയാഷെ ആൻഡ് ടു എക്സ്റ്റെൻഡ്, ആ ഒരു ഏജിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വന്ന ജിൻ പിയാഷയും അതിനോട് ഏകദേശം വാദിച്ച അസുബലും പറഞ്ഞ ആശയങ്ങളെ എതിർത്ത് കൊണ്ടുവന്നവനായിരുന്നു ജെറോമസ് ബ്രൂണർ. അപ്പൊ ആരെയും ഏത് പ്രായത്തിൽ നമുക്ക് എന്തും പഠിപ്പിക്കാം. പക്ഷെ അതേ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട്, പ്രൊവൈഡ് മെറ്റീരിയൽ ഈസ് കവേർഡ് ടു ഫോം ആൻഡ് സ്റ്റേജ്. പക്ഷെ മെറ്റീരിയൽ കുട്ടിക്ക് അനുയോജ്യമായ രൂപത്തിലായിരിക്കും അല്ലെങ്കിൽ അവന്റെ സ്റ്റേജിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് ടു ദ ചൈൽഡ് by the Brunner in 1966 was concerned with how knowledge represented and organized through the different mode of thinking. ഈ നോളജിനെ റെപ്രസെന്റേഷൻ ചെയ്യുന്നത് ഡിഫറെന്റ് മോഡിലൂടെയാണ്. അത് പറഞ്ഞല്ലോ, 3 സ്റ്റേജ് മോഡ്സ് എന്ന് പറഞ്ഞ 3 റെപ്രസെന്റേഷൻ, 3 മോഡ്സ് ഓഫ് എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, അല്ലെ സിംബോളിക് സ്റ്റേജ്, അതാണ് മോഡ് ഓഫ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹാവ് ദ നോളജ് റെപ്രസെന്റഡ് ആൻഡ് ഓർഗനൈസ്ഡ് ത്രൂ ദ ഡിഫറെന്റ് മോഡ് ഓഫ് തിങ്കിങ്. ഈ ഡിഫറെന്റ് മോഡ് ഓഫ് തിങ്കിങ് അല്ലെങ്കിൽ ഡിഫറെന്റ് മോഡ് ഓഫ് റെപ്രസെന്റേഷനിലൂടെ എങ്ങനെയാണ് അറിവ് ഒരു കുട്ടിയിൽ നേടിയെടുക്കാൻ കഴിയുന്നത് എന്നാണ് 1966 ജെറമസ് ബ്രൂണർ വ്യക്തമാക്കിയത്. അപ്പൊ നമുക്ക് അവിടെ പ്രായമൊന്നും അധികം പ്രത്യേകിച്ച് പറയുന്നില്ല, പ്രായത്തിന് വലിയ പ്രാധാന്യമൊന്നും ആര് കൊടുക്കുന്നില്ല. ജെറമസ് ബ്രൂണർ ഒരു വ്യക്തമായിട്ടുള്ള പ്രായത്തിനനുസരിച്ചല്ല നമ്മൾ ആ കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു സ്റ്റേജസിലൂടെ നമ്മൾ ഇനി കടന്നു പോവാണ്. ഞാൻ പറഞ്ഞു ഡിഫറെന്റ് സ്റ്റേജസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കടന്നു പോകേണ്ടത്. അപ്പൊ അവിടുത്തെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജാണ്. അല്ലെ, ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പ്രവർത്തന ഘട്ടം.
ഇപ്പൊ പ്രവർത്തന ഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഘട്ടം നമ്മൾ എടുത്തു പഠിക്കുന്നത് നമ്മൾ ജിൻ പിയാഷയുടെ ഘട്ടത്തിൽ ഏതുമായിട്ട് താരതമ്യപ്പെടുത്താം? ജിൻ പിയാഷയുടെ സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജുമായിട്ട് ഇനാക്റ്റീവ്, അല്ലെങ്കിൽ അവിടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിനാണ് നമ്മൾ പ്രാധാന്യം അല്ലെ. ജിൻ പിയാഷയുടെ സെൻസർ നമ്മൾ അങ്ങനെ പഠിക്കണം. നമ്മളൊരു കമ്പാരബിലിറ്റി ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇനാക്റ്റീവ് മോഡ് ഓഫ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ജനനം മുതൽ ഒരു വയസ്സ് വരെയുള്ള ഒരു ആദ്യ ഘട്ടമാണ്. ദി ഇനാക്റ്റീവ് മോഡ് ഓഫ് നോളജ് ഈസ് സ്റ്റോർഡ് പ്രൈമർലി ഇൻ ദ ഫോം ഓഫ് മോട്ടോർ റെസ്പോൺസുകൾ. ദിസ് മോഡ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് ദ ലൈഫ് കറസ്പോണ്ടിങ് വിത്ത് ജിൻ പിയാഷെ സെൻസറി മോട്ടോർ സ്റ്റേജ്. അതായത് ഒരു അറിവ് കുട്ടി സ്വയത്തമാക്കുന്ന ആ ഒരു പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത് ഇനാക്റ്റീവ് സ്റ്റേജ് ആണ്. ഇവിടത്തെ അവന്റെ പ്രതികരണം എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണ്? കുട്ടികളുടെ മോട്ടോർ റെസ്പോൺസ് ആണ്, ഫിസിക്കൽ റെസ്പോൺസ് ആണ്. എന്ന് വെച്ചാൽ ഈ ഘട്ടത്തിൽ അവന്റെ വൈജ്ഞാനിക അനുഭവം അവൻ സ്വീകരിക്കുന്നതും അവൻ റെസ്പോൺസ് ചെയ്യുന്നതും ഫിസിക്കൽ ആക്ടിവിറ്റി, അവന്റെ കായിക പ്രവർത്തനത്തിലൂടെയാണ്, പ്രവൃത്തിയിലൂടെയാണ് പഠിക്കുന്നത്. തിങ്കിങ് ഈസ് ബേസ്ഡ് entirely on physical actions and infant learn by doing rather than by internal representation or thinking. തിങ്കിങ്ങിനെ ഇന്റേണൽ റെപ്രസെന്റേഷനോ തിങ്കിങ്ങിനെക്കാട്ടിലും അവൻ മോഡ് ഓഫ് റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? അവന് ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ജിൻ പിയാഷയുടെ സെൻസറി മോട്ടോർ സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഇവിടെ ഇവിടെ ചിന്ത ഉണ്ട്, ചിന്ത ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ചിന്ത ഉണ്ട്. ആ ചിന്ത എങ്ങനെയാണ്? ശാരീരിക പ്രവർത്തനത്തിലൂടെയുള്ള ചിന്ത. തിങ്കിങ് ഈസ് ബേസ്ഡ് entirely on physical action and infant learn by doing, learning by doing rather than by internal representation അല്ല, or thinking. It involved encoding physical action based on information and store in your memory, and this is not just limited to children. Many adults can perform variety of motor tasks, typing, swing, shut operating, lawnmower, that they would find difficult to describe in iconic picture or symbolic word form. എന്ന് വെച്ചാൽ ശാരീരിക പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവരങ്ങളാണ് അവർ എൻകോഡിങ് ചെയ്തു വെക്കുന്നത് അല്ലെ കുട്ടികളുടെ മെമ്മറിയിൽ. നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കുകയും, ഉദാഹരണത്തിന് പേശി ചാലക മോട്ടോർ ഡെവലപ്മെന്റ് സ്കിൽസുകൾ എന്ന് പറയുമ്പോൾ പേശിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചലന രൂപങ്ങൾ. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ കൈ കുലുക്കാൻ പഠിക്കുന്നു അല്ലെ. എന്ന് വെച്ചാൽ ഇത് കുട്ടികൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ ഈ പറയുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ്? അല്ല, അത് മുതിർന്നവർക്കും നമുക്ക് കാണാൻ കഴിയും. ഒരു കുട്ടി മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പറയുന്നത് ഒരു ഏജിന് നമ്മളിവിടെ കണക്കാക്കരുത്. ഒരു മുതിർന്നവർക്കും ഇത്ര പ്രവൃത്തികൾ അവർ ചെയ്യുന്നു, അവർ പഠിക്കുന്നുണ്ട്. ആൻഡ് ജസ്റ്റ് നോട്ട് ലിമിറ്റ് ടു ചിൽഡ്രൻ, മെനി അഡൾട്ട് ക്യാൻ പെർഫോം ദ വെറൈറ്റി ഓഫ് മോട്ടോർ ടാസ്ക് ഈസ് ലൈക്ക്. പലതരത്തിലുള്ള മോട്ടോർ ജോലികൾ മുതിർന്നവരും ചെയ്യുന്നു. ടൈപ്പിംഗ് ചെയ്യുന്നു, ഷർട്ട് തയ്യൽ ചെയ്യുന്നു, ഷർട്ടിനെ തയ്യുന്നു, സ്വിങ് ബൈ ദ ഷർട്ട്, ഓപ്പറേറ്റിംഗ് ലോ മോവർ, ഇല്ലെങ്കിൽ അതുപോലെയുള്ള നിരവധി ടൈപ്പിംഗ്, അതുപോലെ തന്നെ ഷർട്ട് തയ്യാൻ, പിന്നെ തുന്നലിന് പഠിക്കുന്നു. പുൽത്തകടി വെട്ടലാണ്, പുൽത്തകടി വെട്ടുന്നു. ലാവൻ മോവർ, ഓപ്പറേറ്റിംഗ് ലാവൻ മോവർ എന്ന് വെച്ചാൽ ഈ പുൽത്തകടൊക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ വെട്ടാനൊക്കെ പഠിക്കുന്നു, ടൈപ്പ് ചെയ്യാൻ പഠിക്കുന്നു. ദാറ്റ് ദേ വുഡ് ഫൈൻഡ് ഡിഫിക്കൽട്ട് ടു ഡിസ്ക്രൈബ് ദ ഐക്കോൺ. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവ ഐക്കോണിക് ചിത്രം അല്ലെങ്കിൽ പ്രതീകാത്മക വാക്ക് രൂപത്തിൽ വിവരിക്കാൻ ഇവർക്ക് പ്രയാസമാണ്. ഒരു വാക്കിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ രൂപത്തിലോ ഐക്കോണിക് ഐക്കോണിക്കിന്റെ സിമ്പിൾസുകൾ, ബിംബത്തിന്റെ രൂപം കൊടുത്ത് ഒരു കാര്യത്തെ നമ്മൾ റെസ്പോൺസ് ചെയ്യുന്നതിന് അവർക്ക് കഴിയുന്നില്ല. അതുമായിട്ട് പ്രതികരിക്കാൻ അവർക്ക് പ്രയാസമാണ് ഇനാക്റ്റീവ് സ്റ്റേജിൽ. പറഞ്ഞ മനസ്സിലാവണ്ടല്ലോ. അവിടെ നമ്മൾ എടുത്തു പറയുന്ന കാര്യം, ഇദ്ദേഹം ഒരു പ്രായത്തിനോ അല്ലെങ്കിൽ ഒരു ഏജ് ബാറിനോ ഒന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇനി ഐക്കോണിക് സ്റ്റേജ് എന്ന് വെച്ചാൽ അവിടെ എന്താ? ബിംബഘട്ടം. ഈ ഘട്ടത്തില് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ് ഇൻ സെൻസറി ഇമേജസ്, ഐക്കൺസുകൾ, ബിംബങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. യൂഷ്വലി വിഷ്വലോൺസ് ലൈക്ക് പിക്ചർ ഇൻ ദ മൈൻഡ്. ആ ഒരു വിഷ്വലൈസർ ആയിട്ടുള്ള പിക്ചർ നമ്മുടെ മനസ്സിലെത്തുന്നു. For some, this is a conscious, others say that they don't experience it. This may explain why when we are learning a new subject, it is often helpful to have diagram of illustration to accompany the verbal information. Thinking is also based on the using other mental images like icon such as hearing, smell and touch. ഇങ്ങനെയാണ് പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ഐക്കൺസുകളിലൂടെ എത്തിച്ചേരുന്നത്. അതായത് ഐക്കൺസുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഘട്ടത്തിൽ നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും നമ്മൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് പ്രത്യക്ഷണത്തിന് വിധേയമാകുന്ന നമ്മുടെ മാനസികമായ ബിംബങ്ങൾ ഉപയോഗിച്ചിട്ടുകൊണ്ടാണ്. ഈ ബിംബങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കായിക പ്രവർത്തനത്തിൽ നിന്നും സ്വാതന്ത്ര്യമായ ബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും ഇവിടെ ചെയ്യുന്നത്.
പറഞ്ഞ മനസ്സിലാവുന്നല്ലോ. അതായത് ഒരു ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു പുതിയ വിഷയം പഠിക്കുക. നമ്മളൊരു പുതിയ വിഷയം പഠിക്കുമ്പോൾ വാക്കാലുള്ള വിവരങ്ങൾക്കോടൊപ്പം നമ്മൾ എന്തും പഠിക്കുന്ന ഒരു ഡയഗ്രാമോ ചിത്രീകരണത്തിലൂടെയൊക്കെ പഠിക്കുന്ന ഒരു വാക്കാലെയാണോ പഠിക്കുന്നല്ല ഡയഗ്രാമത്തിലൂടെ പഠിക്കുന്നു. അല്ല അക്കമ്പനീഡ് ബൈ ദ ഹാവ് ഡയഗ്രാം ഓർ ഇലിസ്ട്രേഷൻസ് അക്കമ്പനി വിത്ത് എ വെർബൽ ഇൻഫർമേഷനോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെയും കൂടെ പഠിക്കുന്നു. തിങ്കിങ് ആൾസോ ബേസ്ഡ് ഓൺ യൂസിങ് അതർ തിങ്കിങ്, അതായത് നമ്മൾ ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അതിനെ ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ സഹായിക്കുന്ന എന്താണ് നമ്മുടെ മെന്റൽ ഐക്കൺസിന്റെ സച്ചാസ് നമ്മുടെ മെന്റൽ ഐക്കൺസിന്റെ സഹായത്താണ് കൂടിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു കാര്യം മനസ്സിലാക്കുന്നത് കേൾക്കുന്നു, എന്താണ് സ്പർശിക്കുന്നു, ഇല്ലെങ്കിൽ മണം പിടിക്കുന്നു, അങ്ങനെയുള്ള മാനസിക ചിത്രങ്ങളുടെ സഹായത്താൽ നമ്മൾ ഒരു ഐക്കണുകൾ രൂപീകരിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ എത്തിച്ചേരും. മനസ്സിലാകുന്നല്ലോ. അതായത് നമ്മളിപ്പോ വാക്കാലുള്ള പ്രവർത്തനത്താൽ ഉപരി നമ്മൾ എന്ത് ചെയ്യും, വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചു വയ്ക്കുന്ന ഡയഗ്രാംസുകളുടെ ചിത്രീകരണത്തിന്റെ ഒക്കെ തന്നെ സഹായത്താലാണ്. ഇതാണ് ഐക്കോണിക് മോഡ് എന്ന് പറയുന്നത്. ബിംബങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ നിന്നും ഒക്കെ തന്നെ ഫ്രീ ആയിട്ട് പദാർത്ഥങ്ങൾ നമ്മൾ എന്തൊരു കാര്യങ്ങളെയും വസ്തുക്കളെയും തന്നെ ബിംബത്തിന്റെ രൂപത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഐക്കോണിക് സ്റ്റേജ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി സിംബോളിക് സ്റ്റേജിലേക്ക് നമ്മൾ കടക്കാണ്. പ്രതീകാത്മകമായ ഘട്ടം. ഈ ഘട്ടത്തിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട്. ദിസ് ഡെവലപ്പ് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ദി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഓഫ് ജെറമിസ് ബ്രോഡ്. ദിസ് ഇസ് ഡെവലപ്മെന്റ് ലാസ്റ്റ്. In this symbolic stage, knowledge is stored primarily in a language, mathematical symbols, or in other symbols, etc. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പ്രതീകാത്മക ഘട്ടം ഒരു കുട്ടിയിൽ വികസിക്കുന്നത്, ഇത് അവസാനമായി വികസിക്കുന്ന ഒരു ഘട്ടമാണ്. ദിസ് ഇസ് എ ലാസ്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേജ്. This development is the last stage. The symbolic stage of knowledge is stored primarily in the language. ഇവിടെ അതായത് ലാംഗ്വേജ്, ഭാഷ, ഗണിത ചിഹ്നങ്ങൾ അല്ലെങ്കിൽ മറ്റു ചിഹ്ന സംവിധാനങ്ങൾ എന്നിവയിലൊക്കെയാണ് നമ്മൾ ഭാഷയിലൂടെ പഠിച്ചെടുക്കുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മുഖ്യമായും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ലാംഗ്വേജ്, ഭാഷ വഴിയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഐക്കൺസുകൾ മനസ്സിലാക്കി. നേരത്തെ നമ്മൾ ഐക്കണുകളിലൂടെ ഒരു മാനസിക ബിംബത്തിലൂടെയും ഐക്കണുകളിലൂടെ മനസ്സിലാക്കി. മൂന്നാമത്തെ ഘട്ടത്തിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെയാണ്, ശാരീരിക പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ ഘട്ടത്തിൽ എത്തുമ്പോൾ നമ്മൾ ബിംബങ്ങളെ പ്രതിനിധീകരിച്ച് മനസ്സിലാക്കുന്നു, ചിത്രങ്ങൾ നോക്കി നമ്മൾ മനസ്സിലാക്കുന്നു. അല്ലെ, നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി എടുക്കുകയാണെങ്കിൽ അവനൊരു ബുക്ക് കണ്ടു, ഒരു വയസ്സുള്ള കുട്ടി ഒരു ബുക്ക് കണ്ടു. ബുക്കിനെ അവൻ ഇങ്ങനെ എടുത്ത് നോക്കും. ബുക്ക് എന്താണെന്ന് അവൻ അറിഞ്ഞു, വെറുതെ അവന് ബുക്ക് എടുത്ത് ഇങ്ങനെ നോക്കും, അവന് വലിച്ചു കീറുന്നു, ബുക്കിൽ എന്തെങ്കിലും വരച്ച് കുറിച്ച് വെക്കുന്നു, ഇത്ര ചെയ്യുന്നുള്ളൂ. എന്നാൽ നമ്മൾ ഐക്കോൺ സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് ആ ബുക്കിനെ നമുക്ക് ഒന്നുകൂടി വ്യക്തമായിട്ടൊന്ന് നോക്കും, അതിന്റെ ചിത്രങ്ങളിലേക്ക് നമ്മൾ നോക്കും. ആ ബുക്കിൽ എന്തൊക്കെയോ ചിത്രം, ഒരു ആനയുടെ ചിത്രം കാണുമ്പോൾ നമ്മൾ ആനയുടെ ബുക്കിനെ വലിച്ചു കീറാനല്ല നോക്കുന്നത്, ആനയുടെ ചിത്രത്തിലേക്ക് നോക്കും. അതിനെ നമ്മൾ റെപ്രസെന്റേഷൻ ചെയ്യും. പറഞ്ഞ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ സിംബോളിക് സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ആനയെ എന്നുള്ള ഭാഷ നമ്മൾ പഠിക്കുന്ന അപ്പൊ ആ കുട്ടി എന്ത്, ആന അല്ലെങ്കിൽ ദിസ് ഇസ് എലിഫന്റ്. അപ്പോൾ ആദ്യം അപ്പൊ ഇത്ര മാത്രമേ നിങ്ങൾ പഠിച്ചാൽ മതി. നമ്മൾ ജസ്റ്റ് ഒരു കുട്ടിയുടെ അടുത്ത്, ഒരു വയസ്സായ കുട്ടിയുടെ അടുത്തൊരു ബുക്ക് കാണുമ്പോൾ അവൻ എന്ത് ചെയ്യും, അത് വലിച്ചു കീറും, ഇല്ലെങ്കിൽ അതിനെ കുത്തി വരയ്ക്കും. ഇനി അടുത്ത ഒരു എന്താ പറയുന്ന ഐക്കോണിക് സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും ആ കുട്ടി ബിംബങ്ങളിലോട്ട് പ്രതിനിധീകരിക്കും. ആ ബുക്കിനെ നമ്മൾ നേരെ കയ്യിൽ വെച്ചിട്ട് ആ ബുക്ക് തുറന്ന് നോക്കും, അതിലൊരു ആനയുടെ ചിത്രം കണ്ടു, ആ ചിത്രത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇനി നമ്മൾ അടുത്ത സിംബോളിക് സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും ആ ചിത്രത്തിലൂടെ അത് ആ ചിത്രത്തിലുള്ളത് ആനയാണല്ലേ, ദിസ് ഇസ് എലിഫന്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു. അതൊരു സിമ്പിൾ സിസ്റ്റം. ദിസ് മോഡ് ഈസ് അക്കോർഡ് അറൌണ്ട് 6 to 7 years old. 6 വയസ്സ് മുതൽ ഏകദേശം 7 വയസ്സ് വരെയാണ്. കറസ്പോണ്ടിങ് ടു പിയാഷെ കോൺക്രീറ്റ് ഓപ്പറേഷൻ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് 6 മുതൽ, അതായത് നമ്മൾ ഒരു 7 വയസ്സ് വരെയുള്ള ഒരു ഘട്ടം എന്ന് പറയുമല്ലോ. അപ്പൊ ഈ ഘട്ടം എന്ന് പറയുന്നത് ജിൻ പിയാഷയുടെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ കുട്ടി ലോജിക്കലി തിങ്കിങ് ചെയ്യാൻ തുടങ്ങുന്ന ഘട്ടം, റിവേഴ്സിബിലിറ്റിയുടെ ഘട്ടം. അപ്പൊ ദീ സ്റ്റേജ് ഈസ് കറസ്പോണ്ടിങ് ടു ദി ജിൻ പിയാഷെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജുമായിട്ട് കറസ്പോണ്ടിങ് ചെയ്യാൻ കഴിയുന്ന ഒരു ഘട്ടമാണ്. എന്ന് വെച്ചാൽ മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പ്രതീകരിക്കുന്നത് മുഖ്യമായും ഭാഷ വഴിയാണ്. ഇവിടെ പ്രവർത്തനവും ബിംബവും ഭാഷ വഴി മാറ്റും. നമ്മുടെ പ്രവർത്തനം അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, നമ്മുടെ നമ്മുടെ ഐക്കൺസുകളും നമ്മൾ ഇവിടെ എന്തെന്ന് ഭാഷ വഴി മാറ്റിയെടുക്കും. അല്ല, ഭാഷ വഴി നമ്മൾ അതിനെ മാറ്റിയെടുത്ത് ഗുണാത്മകമായി ചിന്തിക്കുന്ന രീതിയിലേക്ക് ഒരു കുട്ടി എത്തിച്ചേരും.
അല്ല ഞാൻ പറഞ്ഞു ഇതുവരെ നമുക്ക് ആ കുട്ടിക്ക് ആനയെ മാത്രമേ അറിയാവുന്നുള്ളൂ. ആനയെ കാണുമ്പോൾ അവനിങ്ങനെ നോക്കും. പക്ഷെ ആന എന്നുള്ള പദം അവൻ പറയുകയോ എഴുതുകയോ ഒന്നും ചെയ്തു. ഇവിടെ അവൻ എന്ത് ചെയ്യും? ആന, ദിസ് ഈസ് എലിഫന്റ് എന്ന് അവൻ മനസ്സിലാക്കും. മറ്റേ ആനയുടെ പിക്ചർ ഇപ്പൊ ഏത് ജീവിയെ കണ്ടാലും അവൻ നോക്കും. ജീവികളാണ് അല്ലെങ്കിൽ നോക്കാൻ അവൻ പഠിക്കുന്നു. അതിനെ ഒരു ഐക്കൺ വെച്ചിട്ട് പ്രതിനിധീകരിക്കും. ഇത് ആന എന്ന് വെച്ചാൽ അവന് ആന എന്ന് അവന് എഴുതാനോ സംസാരിക്കാനോ അറിയത്തില്ല. പക്ഷെ ഒരുപാട് ആനിമൽസിനെ കാണുമ്പോൾ അവൻ അതിൽ നിന്ന് തരം തിരിച്ച് ആന വർഗീകരിക്കുന്നു. ദിസ് ഇസ് ആന, ദിസ് ഇസ് എലിഫന്റ്, ദിസ് ഇസ് എ ഹോഴ്സ് എന്ന് റെപ്രസെന്റേഷൻ ചെയ്യാൻ കഴിയും. ഒരു സിമ്പിൾ മറ്റേ സിമ്പിൾ ഉപയോഗിച്ച് മാത്രമല്ല ഇത് ലാംഗ്വേജ് ഉപയോഗിച്ച് അവർ റെപ്രസെന്റ് ചെയ്യും. മറ്റേത് സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അവന് കഴിയത്തുള്ളായിരുന്നു. പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇതാണ് സാധാരണ നമ്മൾ പറഞ്ഞാൽ പ്രവൃത്തി, ബിംബം, പദം അല്ല. പ്രവൃത്തി മീൻസ് ഫിസിക്കല്, ഇനാക്റ്റീവ്, ഇല്ലെങ്കിൽ ഐക്കോണിക്, അല്ലെങ്കിൽ സിംബോളിക് എന്നീ ഘട്ടങ്ങളിലൂടെയാണ് ഒരു കുട്ടി ഇങ്ങനെ കടന്നു പോകുന്നത്. ആ ഘട്ടങ്ങളിലൂടെ കടന്നു പോയി അവൻ എന്ത് ചെയ്യുന്നു? ഒടുവിൽ അവൻ ഭാഷ പ്രയോഗിക്കുകയും ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ് അവൻ നേടിയെടുക്കുകയും ലാംഗ്വേജ് ഫോർമേഷൻ അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ടൈമാണ് സിംബോളിക് ഏജ് എന്ന് പറയുന്നത്. അല്ലെ മനസ്സിലായിട്ടുണ്ടല്ലോ. 1960 ജെറമസ് ബ്രൂണർ ടെസ്റ്റ് ദ പ്രോസസ് എഡ്യൂക്കേഷൻ വാസ് പബ്ലിഷ്. 1960 ജെറമസ് ബ്രൂണറിന്റെ ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്ന ഒരു ടെക്സ്റ്റിനെ അദ്ദേഹം പബ്ലിഷ് ചെയ്തത്. ദ മെയിൻ ദ പ്രിമിസ് ഓഫ് ദ ബ്രൂണർ ടെക്സ്റ്റ് വാസ് ദാറ്റ് സ്റ്റുഡന്റ് ആർ ആക്റ്റീവ് ലേണേഴ്സ് ഹു കൺസ്ട്രക്ട് ദെയർ ഓൺ. ഈ ഒരു അദ്ദേഹത്തിന്റെ ബുക്കായ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്ന ബുക്സ് 1960 ജെറമസ് ബ്രൂണർ പബ്ലിഷ് ചെയ്തു. ദ മെയിൻ പ്രിമീസ് ഓഫ് ദ ബുക്സ്, ഈ ഒരു ബുക്കിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ടെസ്റ്റ് വാസ് ദ സ്റ്റുഡൻസ് ആർ ആക്റ്റീവ് ലേണേഴ്സ്. കുട്ടികൾ എന്ന് പറയുന്ന ആക്റ്റീവ് ആയിട്ടുള്ള ലേണേഴ്സ് ആണ്. ബിക്കോസ് ഹു കൺസ്ട്രക്ട് ദർ ഓൺ, കുട്ടികൾ അവരുടെ അറിവിനെ സ്വയം എന്ത് ചെയ്യുന്നു? കൺസ്ട്രക്ട് ചെയ്തെടുക്കും, ഡിസ്കവർ ചെയ്തെടുക്കും എന്നാണ് ആര് പറഞ്ഞത്? ജെറമസ് ബ്രൂണർ അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത്, അദ്ദേഹത്തിന്റെ ഈ ഒരു സിദ്ധാന്ത കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയത്. ഇനി നമുക്ക് ഈ ഒരു റെപ്രസെന്റേഷനും കൂടെ നോക്കാം. മോഡ്സ് ഓഫ് റെപ്രസെന്റേഷനും കൂടെ നമുക്ക് നോക്കാം. ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ്. ഇതിൽ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് വെച്ചാൽ വേർഡ് റെപ്രസെന്റഡ് ത്രൂ ദ ആക്ഷൻ. വേർഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇവിടെ പ്രവർത്തനത്തിലൂടെ പ്രതിനിധീകരിക്കുന്ന ലോകം അല്ലെ. പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ ഓരോന്നിന്റെയും വേൾഡ് ഈസ് റെപ്രസെന്റഡ് ത്രൂ ദ ആക്ഷൻ. വേൾഡ് നമ്മൾ ലോകത്തെ മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രവർത്തനത്തിലൂടെയാണ് അല്ലെ. അതുകൊണ്ടാണ് പറഞ്ഞത് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന്. അപ്രോപ്രിയേറ്റ് മോട്ടോർ റെസ്പോൺസ്, ബിൽഡിംഗ്, ബ്രിക്സ്, റൈഡിംഗ് ബൈക്സ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ കാണുന്നത്. ഇഷ്ടികകൾ നിർമ്മിക്കുന്നു, ബൈക്ക് ഓടിക്കുക, ഇതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് അല്ലെ. അതായത് ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെ കുട്ടികൾ ഓരോ കാര്യം പഠിച്ചെടുക്കുന്നു. ഇനി ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത് 2 മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു ഘട്ടം. റെപ്രസെന്റ് വേൾഡ് ത്രോ, ഈ ലോകത്തെ അവരെങ്ങനെ നോക്കിക്കാണുന്നത്? ഇമേജസിലൂടെ. അലോ ദ യൂസ് ഓഫ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ 2 മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു ചിത്രം എന്ന് വെച്ചാൽ ലോകത്തെ അവർ പ്രതിനിധീകരിക്കുന്നത് ഭാഷ ഉപയോഗിക്കാൻ അനുവദിച്ച് തുടങ്ങുന്നു. ഭാഷയിൽ എത്തിച്ചേർന്നു അല്ലെ. ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങുന്ന ഒരു ഘട്ടം. പക്ഷെ അവര് പിന്നെ അവരുടെ വേൾഡിനെ റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്ന എന്തിലൂടെ? ഐക്കൺസിലൂടെ, ബിംബങ്ങളിലൂടെയാണ്. ആന എന്നറിയപ്പെടുന്ന ബിംബത്തിലൂടെയാണ് അവർ അതിനെ മനസ്സിലാക്കുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത് ലോകത്തെ. ഇല്ല നമ്മൾ ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങിയില്ല. അബൌട്ട് 7 years മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫ്രീ ചൈൽഡ് ഫ്രം ഇമ്മീഡിയറ്റ് ആൻഡ് അലോ ദം ടു സിംബോളിക്സ് ആൻഡ് ക്യാൻ ഗോ ബിയോണ്ട് ഗിവൻ ഇൻഫർമേഷൻ ആൻഡ് റെപ്രസെന്റ് ദ വേൾഡ് സിംബോളിക്കലി, ഡിപ്പെൻഡ് ഓൺ ലാംഗ്വേജ് ആൻഡ് ഇസ് ദ ഹാർട്ട് ഓഫ് ദി എബിലിറ്റി ടു തിങ്ക് അബ്സ്ട്രാക്ട്. ഇവിടെ എബിലിറ്റി ടു അമൂർത്തമായി ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുന്നു. ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തിച്ചേർന്ന ഒരു ഘട്ടമാണ് അല്ലെ. അതായത് ഇവിടെ നമ്മൾ ഈ ഒരു അദ്ദേഹത്തിന്റെ ഈ എന്താ പറയുന്നത് സിംബോളിക് ഏജ് എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആൻഡ് അലോ ദം ടു സിംബോളൈസ്. ബ്രൂണർ 1966 ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. 1966 അദ്ദേഹം ഈ ഒരു പിന്നെ സ്റ്റേജുകൾ അവതരിപ്പിച്ച ആ ഒരു അർത്ഥത്തിലാണ് ബ്രൂണർ 1966 എന്ന് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ക്യാൻ ഗോ ബിയോണ്ട് ഗിവൻ ഇൻഫർമേഷൻ റെപ്രസെന്റേഷൻ വേൾഡ് സിംബോളിക്കലി എന്ന് വെച്ചാൽ അവര് ഈ ഒരു ഘട്ടത്തിൽ ഏകദേശം 7 വയസ്സാകുമ്പോഴത്തേക്കും കുട്ടി എന്ത് ചെയ്യുന്നു? അതുവരെ ഉണ്ടായിരുന്ന അവരുടെ എല്ലാ സ്റ്റേജസിൽ നിന്നും മാറി പ്രതീകാത്മകമായി ചിന്തിക്കുന്നു, അമൂർത്തമായി ചിന്തിക്കുന്നു അല്ലെ. എന്ന് മാത്രമല്ല വിവരങ്ങൾ എന്താ പറയുന്നത് ലോകത്തെക്കുറിച്ച് പ്രതീകാത്മകമായി പ്രതിനിധീകരിക്കാൻ അവരെ വിത്ത് ഹെൽപ്പ് ഓഫ് ദ ലാംഗ്വേജ്. ലോകത്തെക്കുറിച്ച് അമൂർത്തമായി ചിന്തീകരിക്കാനും പ്രതീകരൂപാത്മകമായിട്ട് മനസ്സിലാക്കാനും അവരെ സഹായിക്കുന്ന ലാംഗ്വേജ് ആണ്. ലാംഗ്വേജിനാണ് ഈ ഘട്ടത്തിൽ നമ്മൾ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നത്. മനസ്സിലാകുന്നത് ചെറിയായിട്ടൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. ബ്രൂണർ 3 മോഡ്സ് ഓഫ് റെപ്രസെന്റേഷൻ എന്ന് പറയും. ഇനാക്റ്റീവ് സ്റ്റേജ് ഇൻഫർമേഷൻ ഇസ് റെപ്രസെന്റഡ് ക്യാൻ ത്രോ ആക്ഷൻ. ഇൻഫർമേഷൻ റെപ്രസെന്റേഷൻ ചെയ്യുന്ന ആക്ഷനിലൂടെയാണ്. ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ ടെൽ യു ബട്ട് ഐ ക്യാൻ ഷോ യു. ഞാൻ പറയുന്നതിനെക്കാട്ടിലും ഐ ക്യാൻ ഷോ യു, ഞാൻ അതിനെ ഷോ ചെയ്ത് കാണിക്കാം അല്ലെ. ഫിസിക്കൽ ആക്ഷൻ ആണ്.
അതിലൂടെയാണ് കുട്ടികൾ ഓരോന്നും പഠിക്കുന്നത്. ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ, മാപ്പ്, ഫ്ലോ ചാർട്ട് ആൻഡ് ഡയഗ്രംസ്. മാപ്സ്, ഇൻഫർമേഷൻ ഈസ് റെപ്രസെന്റഡ് ത്രൂ ഇമേജസിലൂടെ, പ്രിസിപ്ഷനിലൂടെയാണ് പഠിക്കുന്നത്. ഇൻഫർമേഷൻ നമ്മൾ എത്തിച്ചേരുന്ന എന്തിലൂടെയാണ്, നമ്മുടെ ബിംബങ്ങളിലൂടെയാണ്. നമ്മൾ പഠിക്കുന്നതിലേക്ക്, നമ്മൾ സംസാരിക്കുന്നു, പഠിക്കുന്നു, അതിനെക്കാട്ടിലും നമ്മൾ ബിംബങ്ങളിലൂടെയും പഠിക്കുന്നു അല്ലെ. അതാ പറയുന്നത്, നമ്മൾ ചാർട്ടുകളിലൂടെ, ഫ്ലോ ചാർട്ടുകൾ, ഡയഗ്രംസ്, മാപ്പ്, ഇതിന്റെയൊക്കെ ഹെൽപ്പിലാണ് കുട്ടി ഇവിടെ പഠിക്കുന്നത്. ബിംബങ്ങളെ പ്രതിനിധീകരിച്ചു പഠിക്കുന്നതിനോടൊപ്പം ബിംബങ്ങളെയും. ഇനി സിംബോളിക് റെപ്രസെന്റേഷൻ, ഇൻഫർമേഷൻ റെപ്രസെന്റ് ദ മോർ അബ്സ്ട്രാക്ട് ഫ്രോം ലാംഗ്വേജ്, മാത്തമാറ്റിക്സ്, സിംബൽസ്, അത് അമൂർത്ത ഘട്ടത്തിൽ എത്തിച്ചേരും. അപ്പൊ നമ്മളുടെ ഒരു ഭാഷ പഠിക്കുന്നത് ഇൻഫർമേഷൻ റെപ്രസെന്റേഷൻ ചെയ്ത് എടുക്കുന്ന മോർ അബ്സ്ട്രാക്ട് ഫോം, അമൂർത്ത തരത്തിൽ ഭാഷയിലൂടെയും നിങ്ങൾ മാത്തമാറ്റിക്സ് സ്കിൽസിലൂടെ ഭാഷ, ഗണിതം, ചിന്തകൾ ഇവയൊക്കെ തന്നെ പ്രതിനിധീകരിച്ചുകൊണ്ട് ക്ലാസിഫിക്കേഷൻ ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കാനൊക്കെ ഇവിടെ കഴിയുന്ന ഒരു ഘട്ടമാണ് എന്തെന്നറിയപ്പെടുന്നത് ഈ സിംബോളിക് സ്റ്റേജ്, പ്രതിരൂപാത്മക ഘട്ടം. അപ്പൊ നമ്മൾ പഠിക്കുന്ന 3 സ്റ്റേജസുകളാണ് വളരെ എടുത്ത് നമ്മൾ പഠിച്ചത്. ഈ 3 സ്റ്റേജസും വളരെ പ്രാധാന്യപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ 3 സ്റ്റേജ് എടുത്തെടുത്ത് പറഞ്ഞത്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു ആശയമാണ് സ്പൈറൽ കരിക്കുലം. സബ്ജക്ട് വുഡ് ബി ടാട്ട് അറ്റ് ദ ലെവൽ ഓഫ് ഗ്രാജുവലി ഇൻക്രീസിംഗ് ഡിഫിക്കൽറ്റി ഇൻ ന്യൂ ലേണിംഗ് ഹാസ് ടു റിലേഷൻഷിപ്പ് വിത്ത് പ്രീവിയസ് നോളജ്. ഒരു പുതിയ അറിവ് പഠിക്കുന്നത് പ്രീവിയസ് നോളജിന്റെ ഹെൽപ്പോട് കൂടി. ഞാൻ ഒരു റെപ്രസെന്റേഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടല്ലോ. അത് നമ്മൾ ഇതൊക്കെ ഏറ്റവും ചെറിയ തലമാണ് ഒരു കുട്ടിയുടെ. 1ാമത്തെ ക്ലാസ്സിൽ 1ാം സ്റ്റാൻഡേർഡിൽ എത്തുന്ന കുട്ടി അവന് അറിയാവുന്ന ചെറിയ ചെറിയ വിവരങ്ങളിൽ നിന്നും ഉയർന്ന ക്ലാസ്സിൽ, ഹയർ സെക്കൻഡറി ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഇൻക്രീസിംഗ് ഡിഫിക്കൽറ്റി ലെവലിലേക്ക് എത്തി. അതായത് സിമ്പിൾ ടു കോംപ്ലക്സ് ആയിട്ടുള്ള ലെവലിലേക്ക് എത്തുന്നു, നോൺ ടു അൺനോൺ ലെവലിലേക്ക്. ഇതാണ് സ്പൈറൽ കരിക്കുലം. സബ്ജക്ട് വുഡ് ബി ടോട്ട് അറ്റ് ലെവൽസ് ഓഫ് ഗ്രാജുവലി ഇൻക്രീസിംഗ് ഡിഫിക്കൽറ്റി. ന്യൂ ലേണിംഗ് ഹാസ് റിലേഷൻഷിപ്പ് വിത്ത് പ്രീവിയസ്. അപ്പൊ പുതിയ അറിവിനെ അവരെങ്ങനെ പഠിച്ചെടുക്കുന്ന, പ്രീവിയസ് നോളജിൽ നിന്നാണ്, മുന്നറിവിൽ നിന്ന് പുതിയ അറിവിലേക്ക് അവർ നേടിയെത്തുന്നു. ഇതിനെയാണ് സ്പൈറൽ കരിക്കുലം എന്നറിയുന്നത്. സബ്ജക്ട് വുഡ് ബി ടോട്ട് അറ്റ് ലെവൽസ് ഓഫ് ഗ്രാജുവലി increasingly difficulty. New learning has to relationship with the previous learning. ഇതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്, സ്പൈറൽ കരിക്കുലം എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജെറമസ് ബ്രൂണറിന്റെ എന്താ പറയുന്ന കോഗ്നിറ്റീവ് ലേണിംഗ് തിയറിയുടെ ഭാഗമായിട്ട് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നെക്സ്റ്റ് ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഈ 3 സ്റ്റേജസുകളും ഇയറുകളും എടുത്ത് പഠിക്കുക. ഇതിൽ നിന്നും ഒരു കമ്പാരിറ്റബിലിറ്റി ബിറ്റ്വീൻ ജെറമസ് ബ്രൂണർ ആൻഡ് ജിൻ പിയാഷെ എന്ന് ചോദിക്കുമ്പോൾ ഓരോ സ്റ്റേജുകളും നമ്മൾ എങ്ങനെയൊക്കെയാണ് എന്താ പറയുന്നത് റെപ്രസെന്റേഷൻ ചെയ്തിരിക്കുന്നത്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് കറസ്പോണ്ടിങ് ദ സ്റ്റേജ് ഓഫ് ജിൻ പിയാഷെ, അതോടെ എടുത്ത് പഠിച്ചോണം. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതുമാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ ICDC സൂപ്പർവൈസറിൻ്റെ എക്സാമിനേഷൻ അടുത്ത് വന്നു. അപ്പോൾ ഈ ഒരു എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സൈക്കോളജിയുടെ നെക്സ്റ്റ് പാർട്ടുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തു പോകാം. ഓക്കെ, താങ്ക് യു.